ഒരു 7 സീറ്റ് വാഹനത്തിന് 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു ഹോണ്ടയുടെ മൊബീലി എന്ന ലോ കിലോമീറ്ററുള്ള വാഹനം. ഒരു 74,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഹോണ്ട മൊബീലിയാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുള്ളത്. അതും 7 സീറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന വാഹനം. KL55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന എസ് എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 7 സീറ്റിൽ അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസുള്ള തേർഡ് റോക്കൊക്കെ അത്യാവശ്യം നമുക്ക് ലെഗ് സ്പേസ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹോണ്ട മൊബീലി എന്ന വാഹനം. ഡീസൽ നമുക്ക് ഇഷ്യൂർ 20-22 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടിൽ അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും കൂടിയുള്ള ഈ ഒരു വാഹനം നമുക്ക് 4,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 4,25 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ഒരു ഹ്യൂണ്ടായിൻ്റെ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു അടിപൊളി വെനിയും കൂടി നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും 2019 മോഡലിൽ നിൽക്കുന്ന എസ് എന്ന പേരിൽ നിൽക്കുന്ന വെറും 45,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL11 രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. വെനുവിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഫ്രണ്ടിലെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ, ആ ഒരു ക്രോം എലമെൻറ്റ്സ്, ആ ഒരു ക്രോം ഫിറ്റിംഗ്സ് വന്നുകൊണ്ടാണ് ഫ്രണ്ട് എന്ന ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലിൽ തന്നെയാണ് കിട്ടുന്നത്. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ നിൽക്കുന്ന 1.2 ലിറ്ററിൽ നിൽക്കുന്ന എഞ്ചിനാണ്. 1.2 ലിറ്റർ ആയതുകൊണ്ട് ശരി 13-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ സ്പേസുള്ള അത്യാവശ്യം യാത്രാ കംഫർട്ടുള്ള വാഹനം കൂടിയാണ്. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള വാഹനം കൂടിയാണ്. എസ് എന്ന വേരിയൻ്റ് അതുകൊണ്ട് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50-60% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്ന വാഹനം. ഒരു 4 അല്ലെങ്കിൽ 5 ഒരു ഫാമിലിക്ക് ഈസി ആയിട്ട് ഏത് ലോങ് ഡ്രൈവിനായാലും അല്ലെങ്കിൽ ലോക്കൽ റണ്ണിനാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്നൊരു വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 6,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയിരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്ന വാഹനം. ഒരു 7 സീറ്റ് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിൽ 20-22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു ഹോണ്ടയുടെ മൊബീലി എന്ന വാഹനം. വാഹനയുടെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ മറ്റും ബുക്കിങ്ങിന് ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.